പ്രസവരക്ഷയിൽ ഉലുവ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. ഉലുവ വെച്ചിട്ടുള്ള 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഉലുവ കഞ്ഞിയാണ്. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഞവര അരി എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പൊടിയരി എടുക്കാം. പിന്നെ ആശാളി വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. അയൺ കൂടാനൊക്കെ നല്ലതാണ് ആശാളി. നമ്മുടെ കർക്കിടക കഞ്ഞിയുടെ റെസിപ്പി ഇല്ലേ, ആ സെയിം റെസിപ്പിയിൽ ആ പച്ചില മരുന്നുകളുടെ നീരൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ ഒരു ബേസിക് റെസിപ്പി ഇതുപോലെ ഉലുവ കഞ്ഞിയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഉലുവയുടെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുതിർത്ത ഉലുവയാണ്. പിന്നെ ചെറിയുള്ളി വേണം, വെളുത്തുള്ളി വേണം, ജീരകവും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുക. പ്രഷർ എല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഉലുവ കഞ്ഞിയുടെ റെസിപ്പി. ഇത് ബ്രസ്റ്റ് മിൽക്ക് കൂടാനും യൂട്രസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ക്ഷീണം അകറ്റാനും ദഹനം മെച്ചപ്പെടാനും നടുവേദന പോലെയുള്ള പല പ്രശ്നങ്ങളും മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത ഉലുവ വെച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉലുവ പാലിന്റെ റെസിപ്പിയാണ്. അതിൽ ഉലുവ കുതിർത്തത്, തേങ്ങാപ്പാല്, കരിപ്പെട്ടി, പിന്നെ ചുക്കുപൊടിയോ ജീരകപ്പൊടിയോ ഏലക്കാപ്പൊടിയോ അതൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. പിന്നൊന്ന് ഉലുവ വിളയിച്ചതാണ്. അതിൽ ഉലുവ കുതിർത്തത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് അതിനകത്ത് കരിപ്പട്ടിയുടെ സിറപ്പും കൂടി ചേർത്തിട്ട് ചിരകിയ തേങ്ങയൊക്കെ ഇട്ടിട്ട് നെയ്യും ചേർത്ത് ഇതുപോലെ ചുക്കുപൊടിയൊക്കെ ചേർത്തിട്ട് എടുക്കുന്നതാണ്. ഈ 3 റെസിപ്പിയാണ് മെയിൻ ആയിട്ട് ഉലുവ വെച്ചിട്ട് പ്രസവരക്ഷയിൽ കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം കേട്ടോ. പ്രസവരക്ഷയുടെ അടുത്ത പാട്ടിൽ കാണാം.